പ്രിയ പ്രേക്ഷകർക്ക് ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്, എനിക്ക് തോന്നുന്നു ഇപ്പോൾ കാണുന്ന എല്ലാ പ്രേക്ഷകരും നമ്മൾ ഏറ്റവും സങ്കടകരമായ നിമിഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ദുരന്തമെടുത്ത കുറേയേറെ നമ്മുടെ സഹോദരങ്ങളെ, പേരുപോലും അറിയാതായി പോയ കുറച്ച് നമ്പറുകളിലേക്ക് ഒതുങ്ങിപ്പോയ മനുഷ്യരെ ഇവിടെ നിന്ന് കുറച്ചപ്പുറം ഒരുമിച്ച് കുഴികൾ തീർത്ത് അവിടെ അവരുടെ സംസ്കാര ചടങ്ങ് പൂർത്തിയാക്കണം. എൻ്റെ പുറകിൽ കാണുന്ന ഇടത്തുനിന്നാണ് മൃതദേഹാവശിഷ്ടങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. അത് ഞാൻ പറയുന്നത് ജീവിതത്തിലെ ഒരു ഭാഗം നമ്മളൊരു വലിയ ദുരന്തം സംഭവിച്ചു എന്ന് 7 ദിവസം പിന്നിടുകയാണ്. പക്ഷേ മറ്റൊരു ഭാഗമുണ്ട്. ഇതിൽ നിന്ന് മറികടന്ന് മനുഷ്യന് മുന്നോട്ട് പോയേ പറ്റൂ എന്ന് വയനാട്ടിലെ ജനതയോട്, ഈ ദുരന്തബാധിതരോട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പറയണം. അവരെ എത്രയും വേഗം അവരുടെ മുഖത്തു നിന്ന് മാഞ്ഞ ആ ചിരികളെ, സന്തോഷത്തെ ഒരളവോളെങ്കിലും, ഒരു ചെറിയ കണികയോളമെങ്കിലും തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഈ അരമണിക്കൂർ തീർച്ചയായും സങ്കടങ്ങളെ ഒന്ന് മാറ്റിവെക്കുകയാണ്. കാരണം ആ സങ്കടങ്ങൾ കണ്ട് എനിക്ക് തോന്നുന്നു മലയാളി വീട്ടകങ്ങളിലൊക്കെ ആ ഒരു സങ്കടം നിഴലിക്കുന്നുണ്ട്. അപ്പോൾ ഒരു അല്പസമയം നമുക്കൊന്ന് ഏതെങ്കിലും രീതിയിൽ ഈ ദുരന്ത ഇടത്ത് ഒരു പ്രതീക്ഷയുടെ നാമുണ്ടോ, അതിനുവേണ്ടി ശ്രമിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അവരാണ് ആദ്യം പരിചയപ്പെടുത്തുന്നത്. അവരാണ് എനിക്കൊപ്പമുള്ളത്. വനിതാ ശിശു വികസന വകുപ്പിൻ്റെ ജീവനക്കാരുണ്ട്. ഒപ്പം സ്കൂളിലെ അലിയാർ മാഷുണ്ട്. ഇവരെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കുട്ടികൾ മൂടിക്കെട്ടിയിരുന്ന ആ കുട്ടികളുടെ മുഖത്ത് ഇന്നലെ പ്രേക്ഷകർ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. ആദിയും അശ്വിജിത്തൊക്കെ, പല പേരുകൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ല, പക്ഷെ അവരൊക്കെ മിമിക്രി കാണിക്കുന്നു, അവർ ചിരിക്കുന്നു. അത് കണ്ട് ആ ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവർക്ക് ഒരു അല്പം ആശ്വാസം കിട്ടുകയാണ്. ഞാൻ നിങ്ങളൊന്ന് ആദ്യം ഒന്ന് പരിചയപ്പെടുത്തിയാൽ നമുക്ക് കാര്യങ്ങൾ പറയാം. എൻ്റെ പേര് മജൂഷ് എന്നാണ്. ഞാൻ മലപ്പുറം ജില്ലയിൽ വരുന്നു. വനിതാ ശിശു വികസന വകുപ്പിലെ സൈക്കോ സോഷ്യൽ സപ്പോർട്ട് കൗൺസിലറാണ്. എൻ്റെ പേര് ഷാരിക. മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെയാണ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. പേര് അജ്മൽ സാജിദ്. ഇവരൊക്കെ ഞാൻ അവരിലേക്കും കൂടെ വരാം. ഇവരെല്ലാവരും ഇതിൻ്റെ ഒരു തുടക്കമാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനൊരു ഇന്നലത്തെ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ 7 ദിവസം നമ്മൾ ഈ വാർത്ത വായിക്കുമ്പോഴും നമുക്കും ഒരു മരവിപ്പുണ്ട് ഇത് കണ്ട്. ഇന്നലെ ആ കുട്ടികളുടെ ചിരികൾ നമുക്കും ഒരു ആശ്വാസം വരുന്നു. അപ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് അത് എത്രത്തോളം വലുതായിരിക്കും? എങ്ങനെയാണ് നിങ്ങൾക്ക് അതിനൊരു തുടക്കം കിട്ടിയത്? അത് എങ്ങനെ മുന്നോട്ട് പോകും? നമുക്കറിയാം, നമ്മുടെ കുട്ടികളടക്കം ഈ ഒരു പ്രശ്നം ബുദ്ധിമുട്ടിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. നമുക്കറിയാം, നമ്മുടെ ഒരു വീട്ടിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ നമ്മൾ പ്രായമുള്ളവർ പെട്ടെന്ന് എന്ത് ചെയ്യും, ആ ദുഃഖത്തിലൂടെ കടന്നു പോരും. പക്ഷെ നമ്മൾ അതിജീവിച്ച് വരുന്നത് ആ വീട്ടിലെ കുട്ടികളുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടാണ്. കുട്ടികൾക്കൊരു ഭക്ഷണം വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അറിയാതെ നമ്മൾ ലൈവായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളിലൂടെ കടന്നു വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതം മെല്ലെ മെല്ലെ, പെട്ടെന്ന് കഴിയില്ല, സാധാരണ ജീവിതത്തിലോട്ട് വരാൻ കഴിയും. വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ മലപ്പുറം ജില്ലയിൽ കവളപ്പാറയിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായപ്പം നമ്മളവിടെ ഇടപെട്ടവർ, ഇൻ്റർവെൻഷൻ കൊടുത്തവരാണ് ഞങ്ങൾ സൈക്കോ സോഷ്യൽ സപ്പോർട്ട് കൗൺസിലർമാർ. ആ സമയത്തും നമ്മൾ ശരിക്കും ആദ്യം ഫോക്കസ് ചെയ്തത് കുട്ടികളെയാണ്. ആ കുട്ടികളിൽ കൂടി ഇടപെട്ടപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്തു, മെല്ലെ ആ ക്യാമ്പ് തന്നെ എന്ത് ചെയ്തു, നമ്മളിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്തത്. അങ്ങനെ എന്ത് ചെയ്തു, അവർ അതുവരെ ചിരിക്കാതിരുന്ന ക്യാമ്പിൻ്റെ ഉള്ളിലായിട്ട് കഴിഞ്ഞിരുന്ന കുഞ്ഞുങ്ങളുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി കണ്ടു തുടങ്ങി. അത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെയും പ്രാക്ടീസ്. ഇപ്പോൾ കുട്ടികൾ ഇന്നലെയൊക്കെ വന്ന് നേരത്തെ പറഞ്ഞിരുന്നു, ഇന്നലെയും പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്. അതായത് കുട്ടികളെ ഞങ്ങളൊന്ന് എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവരെങ്കിലും സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് മുതിർന്നവർ പറയുന്നു. അപ്പോൾ മുതിർന്നവരിൽ ഒരു പ്രതീക്ഷയുടെ ഒരു ചെറിയ ഒരു അനക്കം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നു. അതെ, അവരിൽ അത് തന്നെയാണ്, ആ ഒരു പ്രതീക്ഷ തന്നെയാണ് അവരുടെ ആ ഒരു തുടർ യാത്രയ്ക്കുള്ള ഒരു വെളിച്ചമെന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾക്ക് ഈ ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോഴും കവളപ്പാറയിൽ നമ്മൾ മുമ്പ് ചെയ്ത ഇൻ്റർവെൻഷൻ്റെ ഒക്കെ അനുഭവങ്ങളുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മളിവിടെ എത്തിച്ചേരുമ്പം നമുക്ക് നേരിട്ടുണ്ടായിട്ടുള്ളൊരു അനുഭവം, വന്ന ആദ്യത്തെ ദിവസം നൈറ്റ് ഷിഫ്റ്റിൽ വന്ന നമ്മൾ റൂമുകളിൽ കയറുന്ന സമയത്ത് കുട്ടികളൊക്കെയും ഫോണിൽ എൻഗേജ്ഡ് ആവുക, അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ ഈ ഒരു ദുരിതക്കയത്തെ പറ്റി ആവർത്തിച്ച് പറയുന്ന കഥകൾ കേട്ടിരിക്കുന്നതൊക്കെ കാണുമ്പം സ്വാഭാവികമായിട്ടും ഇവരിതിന് ഇപ്പം കേട്ടിരിക്കുന്നത് ഓക്കെ, പക്ഷേ റിക്കവറായി വരാൻ ഇൻ ഫ്യൂച്ചർ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് അത് ലീഡ് ചെയ്യും. അപ്പം ഇതിൽ നിന്ന് അവർക്കൊരു മോചനം വേണം. അപ്പോൾ ആ ഒരു മോചനത്തിന് ഏറ്റവും നല്ല മാർഗം അവരുടെ മക്കൾ തന്നെയാണ്. മക്കളുടെ ചിരി കാണുമ്പം, അപ്പോൾ ഒറ്റ റൂമിനകത്ത് മാത്രം ഒരു 4 മക്കളെ വെച്ചിട്ട് നിങ്ങളൊരു പാട്ട് പാടും, നമുക്കൊരു കഥ പറയാം, ഫോണിലെ ഗെയിം മാറ്റി വെച്ചിട്ട് നമുക്ക് വേറെ ഒരുപാട് ഗെയിമുകളുണ്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പം അവർ വളരെ സന്തോഷത്തോടു കൂടി നമ്മളിലേക്ക് എത്തായിരുന്നു. അപ്പോൾ ആ ഒരു വരവ് തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈനാണ്. ഈ ഒരു പോസിറ്റീവ് സൈനിൽ നിന്ന് തന്നെയാണ് നമ്മൾ അടുത്തൊരു ദിവസത്തെ ആ ഒരു പുറത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടുള്ള വലിയൊരു പ്രോഗ്രാമിലേക്കുള്ള തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അതേ റൂമിലുള്ള ഒരു മുതിർന്ന അമ്മ പറഞ്ഞത്, എൻ്റെ മക്കളും മരുമക്കളും ഒക്കെ ഈ കുഞ്ഞുമക്കളുടെ ചിരി കാണുമ്പം അവരൊന്ന് സമാധാനിക്കുന്നുണ്ട്, മക്കളെ നിങ്ങൾ ഇടയ്ക്ക് വരുമ്പം ഇതൊക്കെ കാണുമ്പം ഞങ്ങൾക്കും ഒരു സമാധാനത്തിലോട്ട് പോകാൻ പറ്റുന്നുണ്ട്, ഞങ്ങൾക്കൊന്ന് മര്യാദയ്ക്കൊന്ന് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട്, കണ്ണൊന്ന് അടയ്ക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെയാണ്.
അപ്പം ഇത്തരം അവരിൽ നിന്നും തന്നെ ഉണ്ടാവുന്ന ഒരുപാട് നമ്മളുടെ പ്രതീക്ഷ ഉണ്ട് എന്നുള്ള വാക്കുകൾ തന്നെയാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു ഇൻ്റർവെൻഷനിലേക്ക് നമ്മൾ എത്തുന്നത്. അതാണ്